ഹലോ എവ്രി വൺ, വെൽക്കം ടു സയൻറ്റിസ്റ്റ് കോർണർ. എന്താ നമ്മുടെ വീഡിയോ ഒരു ഡ്രസ്സസ് ആണ്. ഇതിനായിട്ട് ഞാൻ സെൽഫ് ഡിസൈൻ വരുന്ന തിക്കായിട്ടുള്ള ഒരു ഷിഫോൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 2 ഇഞ്ച് നമ്മൾ സ്ലീവ് ഇതിൽ തന്നെ അറ്റാച്ചായി വരുന്നത് പോലെയാണ് എടുക്കുന്നത്. റാഗ്ലൻ സ്ലീവ് ഒക്കെ വരുന്നത് പോലെ. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ അലവൻസ് ആയിട്ട് നമുക്ക് 2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യാം. പിന്നെ താഴേക്ക് ആംഹോൾ എത്രയാണ് വരുന്നത് അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ബസ്റ്റ് വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും 4/1 മാർക്ക് ചെയ്യാം. പിന്നീട് യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നീട് അതിന് താഴേക്ക് ഒരു 3 ഇഞ്ച് നമുക്ക് ഒരു ബലൂൺ ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്, അത് ഇലാസ്റ്റിക് വെച്ച് ഇച്ചിരി മേളിലോട്ട് പൊക്കി വരുമ്പോൾ ഒരു ബലൂൺ ഇഫക്റ്റ് വരുമല്ലോ, അപ്പോൾ അതിനായിട്ട് അതിനൊരു അലവൻസ് ആയിട്ട് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഇടുവാണ്. പിന്നീട് താഴേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുവാണ്. അതാണ് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്കിനി എല്ലായിടത്തും സീം അലവൻസ് കൊടുക്കാം. സ്ലീവിന് 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. പിന്നെ ബോഡി നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ബോഡിക്ക് ബസ്റ്റിൻ്റെ അവിടെ 2 ഇഞ്ചും വേസ്റ്റിൻ്റെ അവിടെ ആ ഒരു ബലൂൺ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി തന്നെ 3 ഇഞ്ചുമാണ് സീം അലവൻസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ മാർക്കിങ്സ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്യാം. എല്ലാ മാർക്കിങ്ങും ഞാനിതിൽ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് വരുന്നത് ബോട്ട് നെക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ മാർക്കിങ്ങിൻ്റെ അടുത്തുനിന്ന് അകത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് താഴേക്ക് 4 ഇഞ്ച്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും ഒരുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അതൊരു ബോക്സ് പോലെ ആക്കിയിട്ട് നമുക്ക് ആ ഒരു ബോട്ട് നെക്ക് അതിൽ ഡ്രോ ചെയ്തെടുക്കാം. നമുക്ക് ആ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോൾ അതിനായിട്ട് 1/2 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക. നോർമലി നമ്മൾ എല്ലാത്തിനും ചെയ്യുന്ന പോലെ ചെറുതായിട്ടൊന്ന് സ്ലാൻഡ് ചെയ്തൊരു ലൈൻ കൊടുത്തിട്ട് ഷോൾഡർ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തെടുത്തൂടെ ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് യോക്ക് ഫിനിഷ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് താഴോട്ടുള്ള ഭാഗം കട്ട് ചെയ്യാം. ആദ്യം നമുക്കതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു റെക്ടാങ്കുലർ പീസ് എടുത്തിട്ട്, ഒരു ലൈനിങ് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ യോക്കിൻ്റെ റൈറ്റ് സൈഡ് ലൈനിങ്ങിനെ ഫേസ് ചെയ്യുന്നത് പോലെ വെച്ച് ലൈനിങ്ങിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നില്ല, ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അത് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം. നമുക്കതിന് ചെറിയ ചെറിയ നോച്ചസ് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് അത് തിരിഞ്ഞ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ചുളുക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്ക് സൈഡിലും അതേ നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഒരു 1 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് ഡ്രോ ചെയ്തിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. മടക്കി സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ മടക്കി ഹെം ചെയ്യുകയോ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളതിനെ റോങ് സൈഡിലേക്ക് തിരിച്ചിടുവാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് അതിനെ ഒന്ന് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കതിനെ ഒന്ന് തിരിച്ചിട്ടേച്ച് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ എഡ്ജസ് ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് അല്ലെങ്കിൽ ഹെം ചെയ്തെടുത്താലും മതി. അങ്ങനെ ഫ്രണ്ട് ബാക്ക് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാം. അതിന് യോക്കിൻ്റെ റൈറ്റ് സൈഡും ഫേസ് ചെയ്യുന്ന പോലെ ഇട്ടിട്ട് ഷോൾഡർ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഓവർലോക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ഓവർലോക്കും കൂടി ചെയ്തെടുക്കാം. നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് അതിനൊരു ഓവർലോക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് ചെയ്യേണ്ടത്. സ്ലീവ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നില്ല, പക്ഷേ നമ്മൾ ആ കട്ട് ചെയ്തിട്ടിടം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു പീസ് എടുക്കുക. ആ സെയിം പീസ് തന്നെ. അപ്പോൾ എനിക്ക് സ്ട്രൈപ്സ് വേർട്ടിക്കലുള്ള സ്ട്രൈപ്സാണ് ഈ യോക്കിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തപ്പം ഈ ഒരു പീസ് കട്ട് ചെയ്തപ്പം അത് ഹൊറിസോണ്ടലി ലൈൻ വരുന്നത് പോലെയാണ് കട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ആ 7 ഇഞ്ചാണല്ലോ നമ്മളുടെ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്, അത് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം. എന്നുവെച്ച് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ 2 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഇതിൻ്റെ റോങ് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ അതിൻ്റെ റോങ് സൈഡിലേക്ക് ഇതിൻ്റെ എഡ്ജിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ ആം ഹോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ കറക്റ്റ് അത്ര മാത്രമേ ഇത് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അതിനെക്കാട്ടിലും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആണ്. ഇപ്പോൾ 14 വരുമല്ലോ 7 അപ്പോൾ ഇതൊരു 16 ഇഞ്ചിലാണ് നമ്മൾ ഈ റെക്ടാങ്കുലർ പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ അവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു. ഇനി നമുക്കതിനെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിടാം. റൈറ്റ് സൈഡിലേക്ക് തിരിച്ചേച്ച് ഇത് എക്സ്ട്രാ വരുന്ന ഭാഗം 1 ഇഞ്ച് ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വെച്ചിട്ട് ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അതിൻ്റെ എഡ്ജിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. എൻ്റെ എഡ്ജിൽ കൂടെയാണ് കേട്ടോ കൊടുക്കുന്നത്. മുഴുവനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ടേച്ച് അതിൻ്റെ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കണം.
നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേൽഭാഗത്തും അതേപോലെ തന്നെ ഒന്നും കൂടി മടക്കി ഒരു ചെറുതായിട്ടൊരു 1/2 ഇഞ്ചോളം ഫോൾഡ് ചെയ്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. സൈഡ് ഫോൾഡ് ചെയ്യുക, മേൽഭാഗം ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് അവിടെ ഫിക്സ് ചെയ്യുക. അപ്പോൾ അതൊരു സ്റ്റൈലിംഗ് പോലെ വരും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പൈപ്പിംഗ് വെക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ എഡ്ജ് ജസ്റ്റ് നമ്മൾ മടക്കിയെടുക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്താൽ മതി. ഇത് ഞാനിങ്ങനെ ചുമ്മാ ഒരു സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്ലീവ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് അങ്ങനെ രണ്ടും ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് സൈഡ് സീംസ് ജോയിൻ ചെയ്യാം. സൈഡ് സീംസ് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ച മാർക്കിങ്ങിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. അടുത്ത നമ്മുടെ സ്കേർട്ട് പാർട്ടാണ്. സ്കേർട്ട് പാർട്ടിനായിട്ട് ഞാനിത് ഒത്തിരി വിഡ്ത്തിലുള്ള ഫാബ്രിക് അല്ല എടുത്തിട്ടുള്ളത്, ചെറിയൊരു വിഡ്ത്തേ എടുക്കുന്നുള്ളൂ. എനിക്ക് 35 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്, അത് എബോവ് ആംഗിൾ നിൽക്കും. പിന്നെ വിഡ്ത്ത് വന്നിട്ട് 50 ഇഞ്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വിഡ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് കൂടുതൽ എടുക്കാം. ഞാൻ വിഡ്ത്ത് കുറവ് എടുത്തിട്ട് താഴെ ഒരു സ്ലിറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വിഡ്ത്ത് എടുത്താൽ സ്ലിറ്റ് കൊടുക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. നമുക്കതിൻ്റെ മേൽഭാഗത്ത് ചെറിയൊരു ഗാദേഴ്സ് ഇടാനേ കിട്ടുള്ളൂ. ചെറുതായിട്ടൊരു ഗാദേഴ്സൊക്കെ കൊടുത്തെടുക്കാം. ഗാദേഴ്സ് എടുത്ത് നമ്മുടെ വേസ്റ്റ് ലൈനിന് ഫിറ്റ് ആവുന്നത് പോലെ, നമ്മുടെ എത്രയാണോ വേസ്റ്റ് വേണ്ടത് ആ വേസ്റ്റിന് ഫിറ്റ് ആവുന്ന പോലെ ഗാദേഴ്സ് ഇട്ടെടുക്കാം. ഞാനത് ഗാദേഴ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. താഴ്ഭാഗം ഒരു സ്ലിറ്റും കൊടുത്ത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ബോഡീസിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 ഇഞ്ചാണ് സീം അലവൻസ് ബോഡീസിൽ വിട്ടിട്ടുണ്ടായിരുന്നത്, യോക്ക് പാർട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത്രയും കയറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കാര്യം നമുക്ക് ഇതിൻ്റെ നടുക്കൊരു ഇലാസ്റ്റിക് വെക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ എക്സ്ട്രാ വരുന്ന പാർട്ടിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 1 ഇഞ്ച് സീം അലവൻസ് വിട്ടതിൻ്റെ ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടിയാണ് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താഴേക്കുള്ള ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് വെക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മൾ സ്കേർട്ടിനെ റോങ് സൈഡും യോക്ക് പാർട്ട് റൈറ്റ് സൈഡുമായിട്ട് തിരിച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സ്കേർട്ടിനകത്തേക്ക് യോക്കിനെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ വേസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ട് നമ്മൾ റോങ് സൈഡാണ് കേട്ടോ തിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മളതൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് അവിടെ ജോയിൻ ചെയ്യുവാണ്, വേസ്റ്റ് ജോയിൻ ചെയ്യുകയാണ്. അത് വേസ്റ്റ് ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ ആ എക്സ്ട്രാ വരുന്ന നമ്മൾ ആ സീം അലവൻസ് കൊടുത്ത പാർട്ട് ഒന്ന് ഓവർലോക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്, എഡ്ജൊന്ന് ഫിനിഷ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നുവെച്ച് നമ്മൾ ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിലുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ നമ്മുടെ വേസ്റ്റിനെക്കാട്ടിലും 4 ഇഞ്ച് കുറവാണ് ഇലാസ്റ്റിക് വേണ്ടത്. അപ്പോൾ എൻ്റെ 30നെക്കാട്ടിലും 4 ഇഞ്ച് കുറവ് 26 ആണ് ഇലാസ്റ്റിക്. അപ്പോൾ അതിൻ്റെ ഹാഫ് 13 ഉള്ള 2 ഇലാസ്റ്റിക്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 13 അങ്ങനെയാണ് ഇലാസ്റ്റിക് ഞാൻ എടുത്തത് 2 പീസായിട്ട്. അത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് നമ്മൾ ആ എക്സ്ട്രാ വിട്ടിട്ടുള്ള സീം അലവൻസിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു. അത് കഴിഞ്ഞേച്ച് നമ്മൾ ആ എക്സ്ട്രാ ഉള്ള പാർട്ടിലാണല്ലോ പിടിപ്പിച്ചിട്ടുള്ളത്. അതപ്പം മേളിലേക്ക് വരുന്നത് പോലെ, നമ്മുടെ യോക്ക് പാർട്ടിലേക്ക് വരുന്നത് പോലെ വെച്ചേച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് ആ എക്സ്ട്രാ വരുന്ന പാർട്ടിൻ്റെ മേളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. അതാകുമ്പോൾ അതവിടെ ഫിക്സായി നിൽക്കും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഫിക്സായി ജോയിനായി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിൻ്റെ പരിപാടി, ഡ്രസ്സസിൻ്റെ പരിപാടി. ഭയങ്കര ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ യോക്കിൽ ഇത് പ്ലെയിൻ ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ യോക്കിൽ എന്തെങ്കിലും എംബ്രോയ്ഡറിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്ലെയിനാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഒരു ഭംഗിയാക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡിസൈൻ ഉള്ളതൊന്നും ആണെങ്കിൽ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഞാനിതിൻ്റെ യോക്കിലൊരു ലേസ് വെച്ചിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അത്രയേ ഉള്ളൂ. താഴെ ഇതേപോലെയാണ് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല സ്റ്റൈലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്ലീവിനൊക്കെ അത്യാവശ്യത്തിന് ഇറക്കമൊക്കെ ഉണ്ട്. സ്ലീവിന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഇഞ്ചായിരുന്നു എക്സ്ട്രാ വിട്ടത്. അപ്പോൾ അതൊരു 3 ഇഞ്ചൊക്കെ ആക്കാം. ഒരുപാട് വേണ്ട, ഒരു 3 ഇഞ്ച് വരെയൊക്കെ ആക്കാം. വേസ്റ്റ് കണ്ടില്ലേ, നമ്മൾ എക്സ്ട്രാ ഒരു 3 ഇഞ്ച് വിട്ടതുകൊണ്ട് അത് ഇച്ചിരി മേളിലേക്ക് കയറ്റി വെക്കുമ്പോൾ ഒരു ബലൂൺ ഇഫക്റ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ, ടേക്ക് കെയർ.